إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലു ഇംറാൻ 170-171 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം മുന്നായത്തിൽ വിശദീകരിച്ച പ്രകാരത്തിൽ ആ സ്വർഗ്ഗസുഖം അനുഭവിച്ചുകൊണ്ട് ശുഹദാക്കൾ പറയുന്ന അവരുടെ ചില അവസ്ഥകളെ കുറിച്ചാണ് അള്ളാഹു വിശദീകരിക്കുന്ന ആയത്തിൽ കൂടി അവർ ആ സന്തോഷിക്കുന്നവരാകുന്നു, ആഹ്ലാദിക്കുന്നവരാകുന്നു. ബിമാ ആതാഹുമുല്ലാഹു, അല്ലാഹു നൽകിയതുകൊണ്ട്, മിൻ ഫദ്ലി, അവന്റെ അനുഗ്രഹത്തിൽ നിന്നും, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് ആ സ്വർഗീയ സുഖങ്ങൾ, സൗഖ്യങ്ങൾ നൽകിയതിനെ കുറിച്ച് അവർ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരാകുന്നു. വയസ്തബിശുറൂന, അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നവരാകുന്നു. ബില്ലദീന, യാതൊരു കൂട്ടരെ കുറിച്ച് ലം യൽഹഖൂ ബിഹിം, അവരോട് ചേർന്നിട്ടില്ല. മിൻ ഖൽഫിഹിം, അവർക്ക് പിന്നിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഭൂമുഖത്ത് ഇന്നും താമസിക്കുന്ന, വസിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ആ പോരാളികളെ കുറിച്ചാണ് അവർ പറയുന്നത്. അവരും ഞങ്ങളെപ്പോലെ ശുഹദാക്കളായി വരികയാണെങ്കിൽ ഈ സ്വർഗത്തിൽ അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുമല്ലോ എന്നുള്ള ഒരു സന്തോഷവും അവർക്കുണ്ട്. അവർക്കും ഞങ്ങളെപ്പോലെ ഈ രൂപത്തിൽ അവർ ഭൂമിയിലാണെങ്കിലും അവർ അവിടെ നിന്നും കൊല്ലപ്പെട്ട് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് ശുഹദാക്കളായി ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് വന്നു ചേരുമ്പോൾ അവർക്കും ഇതുപോലെയുള്ള അത്യപൂർവമായ, ഒരിക്കലും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതും കേട്ടിട്ടില്ലാത്ത, മനസ്സിനും സങ്കല്പിക്കാൻ പറ്റാത്ത ഈ സുഖ സൗകര്യങ്ങളൊക്കെ ലഭിക്കുമല്ലോ എന്നോർത്തുകൊണ്ട് അവർ സന്തോഷിക്കുന്നവരാകുന്നു. അല്ലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഒരു ഭയപ്പാടുമില്ല. വലാ ഹും യഹ്സനൂൻ, അവർക്ക് വ്യസനിക്കേണ്ടിയും വരില്ല എന്നാണ് സ്വർഗവാസികളായ ശുഹദാക്കൾ പറയുന്നത്. അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടും അവർ സന്തോഷിക്കുന്നു. ഔദാര്യം കൊണ്ടും നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുളിഉ അജ്റൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പ്രതിഫലം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയുന്നതേ അല്ല. എത്രയും സുനിശ്ചിതമായ പ്രതിഫലം ലഭിക്കാനുണ്ട് ആ ശുഹദാക്കൾക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അവർക്ക് കൃത്യമായ സൂചനകൾ നൽകുകയാണ്, സതുപദേശം നൽകുകയാണ് ഈ വചനത്തിൽ കൂടി. ഒരിക്കലും അവരൊന്നും നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവരോ അല്ല. അവർക്ക് പ്രതിഫലം സുനിശ്ചിതമായ ആൾക്കാരാകുന്നു, അങ്ങേയറ്റം സ്മരണീയമായ ആൾക്കാരാകുന്നു, പ്രശംസനീയമായ ആൾക്കാരാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.